നെന്മാറ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കബഡി ചിത്രരചനാ മത്സരങ്ങൾ നടത്തി. കെ ബാബു എംഎൽഎ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ. ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിരിക്കണ്ട, പാവപ്പെട്ട ചെറിയ കുട്ടികളുണ്ട്. ചേച്ചിമാരെ കണ്ട അവർ ഒട്ടും ഭയക്കില്ല, വലിച്ചങ്ങിടും. മനസ്സിലായില്ലേ? ചേച്ചിമാരെ തൂക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണേ. നമ്മുടെ മക്കളാണ്, നാളെ സ്കൂളിലേക്കൊക്കെ പോകേണ്ടവരും പഠിക്കേണ്ടവരാണ്. അപ്പോൾ ഇവിടെ ബാബുരാജ് പറഞ്ഞതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളവർക്ക് നല്ല മനസ്സുണ്ടാവും. നല്ല മനസ്സുണ്ടാവുമ്പോഴേ ആരോഗ്യവും നമുക്കുണ്ടാവും, അല്ലേ? ഒരു 80 കിലോ വെയിറ്റ് ഉണ്ട്, ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് തോന്നാത്ത മനസ്സുണ്ടായിട്ട് വല്ല കാര്യമില്ല. 80 കിലോ വെയിറ്റ് ഉണ്ട്, ഈ മരത്തിൽ കയറി മാങ്ങ പറിക്കണം തോന്നിയാലോ ആ മനസ്സ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് പോകണം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ കായിക വിനോദത്തിൽ ഇന്ത്യയുടെ തനത് കായിക വിനോദമാണ് കബഡി, അല്ലേ? ലോകത്ത് അറിയപ്പെടുന്ന കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഫുട്ബോൾ എന്ന് കേട്ട ഞാൻ ഇന്നലെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ പോയി. PTA പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ശ്രീലത, പ്രിൻസിപ്പൽ പ്രസാദൻ, MPTA പ്രസിഡന്റ് ഷീജ, കായികാധ്യാപിക രാജലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. കബഡി മത്സരത്തിൽ നെന്മാറ ഗേൾസ് സ്കൂൾ 1ാം സ്ഥാനം, പാലക്കാട് മോയൻ സ്കൂൾ 2ാം സ്ഥാനവും നേടി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG എൽദോ സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തി. നമ്മുടെ വിദ്യാലയം 100 വർഷങ്ങൾ പിന്നിടുന്ന ഈ സമയത്ത്, ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് ഒരു വിദ്യാലയം ഒരു നാട്ടിൽ നിലനിൽക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് പെൺകുട്ടികളുടെ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗത്തിലെ ടീമുകൾ പങ്കെടുത്തിട്ടുള്ള കബഡി മത്സരം ഉൾപ്പെടെ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ മത്സരത്തിൽ നെന്മാറ ഗേൾസ് നമ്മുടെ കലാലയത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഡിവിഷൻ്റെ മെമ്പർ എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടു കൂടി ഈ സമയം അതിനെ കാണാൻ വേണ്ടി കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ റണ്ണേഴ്സായിട്ടുള്ളത് പാലക്കാട് മോയിൻസിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒരു തരത്തിലുമുള്ള പ്രയാസം വേണ്ട. നെന്മാറ എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന പൂരങ്ങളുടെ, വേലകളുടെ നാടാണ്. എല്ലാ ആളുകളെയും ഞങ്ങൾ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരിടമാണ്. പ്രവീൺ നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.